ആലപ്പുഴ തടത്തിൽക്കാവ് ദേവീക്ഷേത്രത്തിൽ സുജിത് ഗ്രാമത്തിന്റെ ശിക്ഷണത്തിൽ ചെണ്ടമേള അരങ്ങേറ്റം നടന്നു. അർജുൻ പ്രഭാകർ, സുജിത് ഗ്രാമം എന്നിവരുടെ നേതൃത്വത്തിൽ 30-ൽ പരം കലാകാരന്മാർ അണിനിരന്നു. ബാലസംഘം മലപ്പുറം വളാഞ്ചേരി ഏരിയ സമ്മേളനം നടന്നു. സൈബർ ഇടങ്ങളിലെ ചതിക്കുഴികൾ തിരിച്ചറിയുക, കുട്ടികളെ ബോധവാന്മാരാക്കുക എന്നീ വിഷയങ്ങൾ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. AI വിദഗ്ധനും കടമ്പേരി മാസ്റ്റർ സ്മാരക അവാർഡ് ജേതാവുമായ റൗൾ ജോൺ അജു സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കൊല്ലം ശാസ്താംകോട്ടയിൽ റോഡിനു കുറുകെ ചാടിയ നായയെ ഇടിച്ച് സ്കൂട്ടർ മറിഞ്ഞു. യാത്രക്കാരിക്ക് ദാരുണാന്ത്യം. മരിച്ചത് ശൂരനാട് വടക്ക് പൈനിവിള കിഴക്കതിൽ രാജേഷിന്റെ ഭാര്യ ലിജി. ഒപ്പമുണ്ടായിരുന്ന ഭർത്തൃ സഹോദരി രാജിക്ക് പരിക്ക്. മധ്യവയസ്കനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവത്തിൽ കാപ്പ കേസിലെ പ്രതി ഉൾപ്പെടെ 2 പേർ അറസ്റ്റിൽ. മലപ്പുറം കരിപ്പൂർ സ്വദേശി വിനോദ്, അരുവിക്കര സ്വദേശി ആദർശ് എന്നിവരെയാണ് നെടുമങ്ങാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. പുത്തൻവീട്ടിൽ സോമനെയാണ് പ്രതികൾ വെട്ടി പരിക്കേൽപ്പിച്ചത്. തിരുവനന്തപുരം വാമനപുരം പഞ്ചായത്ത് ഓഫീസ് അക്കൗണ്ടന്റ് ശ്രീകുമാർ ചികിത്സയിരിക്കെ മരിച്ചു. 2 ദിവസം മുൻപാണ് ശ്രീകുമാറിന് സ്ട്രോക്ക് വന്നതിനെ തുടർന്ന് തിരുവനന്തപുരം സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. മുതുവിള സ്വദേശിയാണ് മരിച്ച ശ്രീകുമാർ. ലോക പഞ്ചഗുസ്തി മത്സരത്തിൽ വെള്ളിയും വെങ്കലവും നേടിയ തൃശൂർ കാരമുക്ക് സ്വദേശികളായ റെജി വത്സൻ, ആൽവിൻ പോൾ എന്നിവരെ ആദരിച്ചു. കാരമുക്ക് മണലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ MP TN പ്രതാപനാണ് ആദരിച്ചത്. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MV അരുൺ അധ്യക്ഷത വഹിച്ചു. മാനസികാരോഗ്യ ദിനത്തോടനുബന്ധിച്ച് മാനസം പേരിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ആലപ്പുഴ മാന്നാർ പഞ്ചായത്ത് കുടുംബശ്രീ ജെൻഡർ റിസോഴ്സ് സെന്ററും 6ാം വാർഡ് ADSഉം സംയുക്തമായാണ് ക്ലാസ് നടത്തിയത്. വാർഡ് മെമ്പർ സലീം പടിപ്പുരയ്ക്കൽ ഉദ്ഘാടനം ചെയ്തു. മനസ്സാണ് മറക്കരുത് വിഷയത്തിൽ കമ്മ്യൂണിറ്റി കൗൺസിലർ പ്രജിത ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. തൃശൂർ വെങ്കിടങ്ങിലെ പടിഞ്ഞാറെ കരിമ്പാടം കോൾപടവിൽ പരമ്പരാഗത രീതിയിൽ നടീൽ ഉത്സവത്തിന് തുടക്കമായി. അതിഥി തൊഴിലാളികളുടെ നേതൃത്വത്തിലാണ് നടീൽ നടക്കുക. ഉദ്ഘാടനം മുരളി പെരുന്നെല്ലി MLA നിർവഹിച്ചു.